പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ. ഇന്ന് മാർച്ച് 17 തിങ്കളാഴ്ച. എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ അങ്ങയോട് താഴ്മയോടെ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോട് ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പരമക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. അനുദിന അനുഗ്രഹ പ്രാർത്ഥനയ്ക്ക് വരാം. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവ്, ഈ പ്രഭാതത്തിൽ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, സഭയിലുള്ള സാന്നിധ്യം വീണ്ടും പ്രകടമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ദേവമാതാവേ, എല്ലാ മക്കൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവശക്തിയാൽ നിങ്ങളുടെ കുടുംബം ഇന്നത്തെ ദിവസം ഈ 17-ാം തീയതി തിങ്കളാഴ്ച ഈശോയുടെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. ഇന്ന് പുതുതായിട്ട് തുടങ്ങി വെക്കുന്ന കാര്യങ്ങളുണ്ട് ചില കുടുംബങ്ങളിൽ. ചിലർ വീട് പണി തുടങ്ങുന്നു, ചിലർ ചില കാര്യങ്ങൾക്ക് വേണ്ടി ഇട്ടുകൂട്ടുകൾ തുടങ്ങുന്നു, ചില ആൾക്കാർ ചില നല്ല യാത്രകളും ജോലി സംബന്ധമായ യാത്രകൾ തുടങ്ങുന്നു, ചിലർ വാഹനം മേടിക്കാൻ പോകുന്നു. അങ്ങനെ വ്യത്യസ്തങ്ങളായ പുതിയ സംരംഭങ്ങളെയാണ് ഈ പ്രഭാതത്തിൽ നമ്മൾ സമർപ്പിക്കുന്നത്. കർത്താവ്, അതുപോലെ തന്നെ ഈശോയെ എപ്പോഴും വലിയ പ്രാർത്ഥനകളുടെ സമയത്തെല്ലാം ഞാൻ എൻ്റെ മനസ്സിൽ വരണത് ചെറിയ മനുഷ്യരെക്കുറിച്ച് കൂടുതൽ കർത്താവ് സമൂഹം ബോധവാന്മാരായിരിക്കണം. അതായത് സാധാരണ വളർത്തുമൃഗങ്ങളെ കൊണ്ട്
അവരുടെ വരുമാനത്തിൽ നിന്ന് ജീവിച്ചു പോകുന്ന ഒത്തിരിയേറെ മനുഷ്യരുണ്ട്. ആ മൃഗങ്ങളെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പക്ഷികളെ വളർത്തിയും പട്ടികളെ വളർത്തിയൊക്കെ ജീവിക്കുന്നവരുണ്ട്. കുഞ്ഞ് നിറമത്സ്യങ്ങളെ, കളർ മത്സ്യങ്ങൾ വളർത്തി, അലങ്കാര മത്സ്യങ്ങൾ വളർത്തി ജീവിക്കുന്നവരുണ്ട്. കുഞ്ഞു കുഞ്ഞ് വരുമാനക്കാരെ എല്ലാം കർത്താവേ, അവർക്കതൊക്കെ നന്നായി ചെയ്യാനും അവർക്ക് നഷ്ടങ്ങൾ വരരുത്. അവർ വളർത്തുന്നത് മരിച്ചു പോവുകയോ ചത്തുപോവുകയോ രോഗം പിടിക്കുകയോ ചെയ്യരുത്. അവരുടെ മനസ്സ് ഇടിഞ്ഞു പോകരുത് കർത്താവേ. അവരെല്ലാം സന്ധിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പഠിക്കുന്ന മക്കൾ, വലിയ പ്രതീക്ഷയോടെ പഠിക്കുന്ന മക്കൾ, അവർക്ക് നിരാശയില്ലാതെ കർത്താവെ അവർ ന്യായമായിട്ടുള്ള കാര്യങ്ങൾ ആശിക്കാനും ദൈവഹിതപ്രകാരം അതിനെ ഉൾക്കൊള്ളുവാനും, പരാജയങ്ങൾ വന്നിട്ട് മരണം നടന്ന വീടുകൾ, ആത്മഹത്യ നടന്ന വീടുകൾ, വർഷങ്ങളായിട്ട് വ്യക്തികൾ രോഗികളായി കിടന്നിട്ട് മരുന്നിന് നല്ലൊരു വിധം പണം ചിലവാക്കുന്ന വീടുകൾ, അതിൻ്റെ പേരിൽ പരസ്പര സ്നേഹം നഷ്ടപ്പെട്ടവർ, സ്നേഹം തണുത്തുപോയവർ, വല്ലപാടും ലോകത്തുനിന്ന് പോയാൽ മതി എന്ന് ചിന്തിച്ച് മനസ്സ് ഭാരപ്പെട്ടിരിക്കുന്നവർ, കർത്താവേ എല്ലാവരെയും സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിൻ്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, വീട് പണി ആരംഭിക്കണം, പുനരുദ്ധരിക്കണം, റിപ്പയർ ചെയ്യണം, അല്ലെങ്കിൽ വർഷത്ത് ഇത് താങ്ങത്തില്ല എന്ന് വിചാരിച്ചിട്ട് വിഷമിക്കുന്നവരുണ്ട്. ഈശോയെ, പലതരത്തിലുള്ള വേദനകൾ അനുഭവിക്കുന്നവരുണ്ട്, ആശങ്കകൾ അനുഭവിക്കുന്നവരുണ്ട്. പല ആൾക്കാരും കോമഡികൾ കണ്ടും ചിരിച്ചും ടി വി കണ്ടും മൊബൈൽ കണ്ടും ജീവിതത്തിൽ വരാമെന്ന് വിപത്ത് മറന്നിരിക്കുന്നവരുണ്ട്. അത് വാദിക്ക് വരുമ്പോഴായിരിക്കും അവർക്ക് ബോധം വരുന്നത്. കർത്താവെ, നിനക്ക് എല്ലാ കാലത്തും ബോധമുള്ളവനെ, നിൻ്റെ ചൈതന്യം അവരിലേക്ക് ആവശ്യിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവർക്ക് ബോധമുണ്ട്. അവർക്ക് ഉത്തരവാദിത്തോടെ ജീവിക്കാൻ ആവശ്യമായ കൃപയാൽ കർത്താവെ അങ്ങനെ മക്കളെ നിറയ്ക്കണമേ. പരീക്ഷ എഴുതാൻ പോകുന്നവർ, പരീക്ഷ കഴിഞ്ഞവരെ എല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഓരോരോ സർട്ടിഫിക്കറ്റുകൾ വേണ്ടി പ്രാർത്ഥിക്കുന്നവരെ, കർത്താവെ, ഓരോരോ മേൽഗതിക്ക് വേണ്ടി ഉദ്യമങ്ങളിൽ പോകുന്നവരെ, ആധ്യാത്മിക തകർന്നു പോയവർ, ആധ്യാത്മിക പ്രാർത്ഥനാ ജീവിതം കുറഞ്ഞു പോയവർ എല്ലാവരും സുഖം പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഓരോരോ തീരുമാനം എടുക്കാനും എടുത്ത തീരുമാനം നിലനിൽക്കുവാനും അത് കുടുംബത്തിന് ശ്രേയസ്കരമാകുവാനും എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ ഇന്നത്തെ നിൻ്റെ മുഴുവൻ സംരംഭങ്ങളെ, മുഴുവൻ ചിന്തകളെ, മുഴുവൻ തീരുമാനങ്ങളെ, മുഴുവൻ ഇടപാടുകളെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ എത്ര വിശ്വാസം ഉണ്ടാകുന്നാലും വിശ്വാസം പോകുന്നൊരു സമയമുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളൊരു കൊച്ച് തൃശ്ശൂർക്കാരത്തി സാക്ഷ്യം പറഞ്ഞു, ഞങ്ങളുടെ വീട് ദൈവത്തോട് ഭയങ്കര അടുത്ത വീടായിരുന്നു. എൻ്റെ അപ്പൻ പ്രാർത്ഥന പ്രാർത്ഥനയായിരുന്നു. ഞങ്ങളാണെങ്കിൽ തന്നെ പള്ളി പ്രാർത്ഥനയും അതുപോലെ തന്നെ കുടുംബത്തിൽ കർത്താവിൻ്റെ കുടുംബ പ്രാർത്ഥനയ്ക്കുള്ള വീടായിരുന്നു. പക്ഷേ എൻ്റെ ചേട്ടൻ ആങ്ങള വണ്ടി ഇടിച്ച് മരിച്ചപ്പോൾ എൻ്റെ അമ്മക്ക് വട്ടായിപ്പോയി. അമ്മ 50 പ്രാവശ്യം ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചെന്ന്. എന്നിട്ട് ഇവള് 50 പ്രാവശ്യം ഉപവസിച്ച്. ചില മക്കളൊക്കെ ഉണ്ടെങ്കിലേ കുടുംബം രക്ഷപ്പെടും. ഈ ലോകത്തിൽ സഹനത്തെ ആർക്കും കൈകാര്യം ചെയ്യാൻ പറ്റിയിട്ടില്ല. എല്ലാവർക്കും സുഖവും സന്തോഷമൊക്കെയാണ് കൈകാര്യം ചെയ്യാൻ പറ്റിയിരിക്കുന്നത്. സഹനത്തെ കൈകാര്യം ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ ബുദ്ധൻ വന്നപ്പോഴും ബുദ്ധൻ പറഞ്ഞ എന്താണ്? ഡിസയർ ഈസ് ദ കോസ് ഓഫ് ഈവിൾ എന്ന് പറയും. ഡിസയറാണ് ഈ എല്ലാ തിന്മകളുടെയും കാരണമെന്ന് പറയും. ഈ ക്രിസ്തു വന്നപ്പോൾ എന്ത് ചെയ്ത്? സഹനത്തെ ഫേസ് ചെയ്ത്, സഹനത്തെ അക്സെപ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു. അക്സെപ്റ്റ് ചെയ്തതിന് ശേഷം അത് മനുഷ്യൻ്റെ എല്ലാ മനുഷ്യനെ ഉണ്ടാക്കുന്ന സഹനത്തിൻ്റെ സോഴ്സ് പലപ്പോഴും പാപമായിട്ട് വരുന്നവരുകയും അതിന് പരിഹാരമായിട്ട് ഇതിന് ഒരു പ്രത്യേക മീനിങ് കൊടുത്ത്, അർത്ഥം കൊടുത്ത്, ഇതിന് നിത്യത്തിലേക്കുള്ള ഒരു ആർജിക്കാൻ പറ്റിയൊരു മാർഗമായിട്ട് അതിനെ മാറ്റി, അതിനെ ഭയങ്കരമായിട്ട് ട്വിസ്റ്റ് ചെയ്ത് സഹനത്തെ. അതുകൊണ്ട് തന്നെ ഈ രണ്ട് കാര്യം ജീവിതത്തിലുള്ള സഹനമുണ്ട്, സന്തോഷമുള്ളത് കാരണം രണ്ടിനെയും നെഞ്ചു പിരിച്ച് സ്വീകരിക്കാനുള്ള ഒരു തൻ്റെ ഇടം മനുഷ്യന് ഉണ്ടാകുന്ന രീതിയിലാണ് ഈ ക്രിസ്ത്യാനിറ്റി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ യോഹന്നാൻ 1:29 വായിക്കത്തില്ലേ? ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാടെന്ന് പറയുന്ന ആളാണ് യോഹന്നാൻ. ക്രിസ്തുവിലുള്ള വിശ്വാസമാണ് ആദ്യം പോയത്. ഇപ്പോൾ സഹനം വരുമ്പോൾ, വിശപ്പ് വരുമ്പോൾ, ജയിലിലെ പീഡനങ്ങൾ വരുമ്പോൾ യോഹന്നാൻ സ്നാപകന് ഉടനെ ആ വിശ്വാസത്തിൻ്റെ അലൈൻമെൻറ്റ് പോയി. ക്രിസ്തുവിൽ സംശയമായി. 10 സുവിശേഷം 13:3 എന്താണ്?
വരാനിരിക്കുന്നവൻ നീ തന്നെയോ അതോ ഞങ്ങൾ മറ്റൊരുവനെ പ്രതീക്ഷിക്കണമോ? യോഹന്നാൻ 1:29 ഇതാ ദൈവത്തിന്റെ കുഞ്ഞാടെന്ന് പറഞ്ഞ ആള് ഒരു സെക്കൻഡ് പീഡനങ്ങളിലേക്കും പ്രയാസങ്ങളിലേക്കും വിശപ്പിലേക്കും പോയപ്പോൾ ക്രിസ്തുവിലുള്ള വിശ്വാസം പോയി. പക്ഷേ യോഹന്നാൻ സ്നാപകന് വരെ ഇതാണ് അവസ്ഥയെങ്കിൽ നമ്മുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കും? അതാണ് സംഭവം. അപ്പോൾ സ്വാഭാവികമായിട്ട് ദൈവം ഇങ്ങനെയുള്ള ഒരു കാലാവസ്ഥ അനുവദിക്കും. യോഹന്നാനെ ഈശോ നീതീകരിച്ചെങ്കിൽ ഞാനും നീതീകരിച്ചു തരാം. യോഹന്നാൻ ഈശോ നീതീകരിച്ചില്ല. ഈശോ പറഞ്ഞു ഇടർച്ച ഉണ്ടായി, ഇടർച്ച ഇല്ലാത്തവനാണ് ഭാഗ്യവാൻ പറയും. അതാണ് വിഷയം. എന്നിൽ ഇടറാത്തവൻ ഭാഗ്യവാൻ. അപ്പം അതിൻ്റെ അർത്ഥം എന്താണ്? യോഹന്നാൻ ഇടറിയെന്നല്ലേ എൻ്റെ അർത്ഥം? യോഹന്നാൻ ഇടറിയെന്നല്ലേ? അപ്പോൾ ഈ വിശപ്പ് അറിയുന്നൊരു കാലമാണ് ഈ നോൻപ് കാലം. അത് കൃത്യമായിട്ട് വിശപ്പ് അറിയിക്കണ ഒരു മോക്ക് ഡ്രില്ല് പോലെയാണ് എന്ന് ഞാൻ പറഞ്ഞില്ലേ. അത് യഥാർത്ഥത്തിലുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ നമുക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടിയാണ് സഭ ഒരു പരിശീലന കാലഘട്ടം വെച്ചിരിക്കണം നോൻപിൻ്റെ. അതെപ്പോഴും നമ്മൾ ഓർക്കണം. ഇപ്പോൾ യോഹന്നാനെ സംബന്ധിച്ചിടത്തോളം, യോഹന്നാൻ സ്നാപകനെ സംബന്ധിച്ചിടത്തോളം കർത്താവിന് സംശയം ഉണ്ടായി. മത്തായി 3:11-12 വീശുമുറം അവന്റെ കയ്യിലുണ്ട്. അപ്പൊ വീശുമുറ കാര്യം ഇങ്ങയുടെ പിന്തുടർച്ചയാണ് ഈശോ എന്ന് വിചാരിച്ചത്. ഇങ്ങനെ വിഷങ്ങളുടെ ചുവടിന് കൊടാലി വെച്ചിരിക്കണം എന്നൊക്കെ പറഞ്ഞ ആളാണല്ലോ. അപ്പം അതിൻ്റെ പിന്തുടർച്ചയായിരിക്കും എന്ന് വിചാരിച്ചത്. പക്ഷെ അവിടെ ആദ്യം കരുണയല്ലേ കർത്താവ് കാണിച്ച എല്ലാവരോടും. എന്നിട്ട് നിങ്ങൾക്ക് മുമ്പ് വേശ്യകളും ചുങ്കക്കാരും സ്വകാര്യ പ്രവേശിക്കുന്നവരെ ഈശോ പറഞ്ഞ്. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈശോ നോക്കുന്നത് ഒരു വിഷയത്തിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ശക്തിയും പ്രേരണയും സ്വാധീനവും അവരാ വിഷയത്തെ എങ്ങനെ എടുക്കുന്നു. അപ്പോൾ അവർക്ക് പശ്ചാത്താപം ഉണ്ടെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഈശോ അതിനെ എഴുതി റൈറ്റ് ഓഫ് ചെയ്ത് കളയും. ഇപ്പോൾ സുവിശേഷത്തിന് ഏറ്റവും വലിയ വിഷയം പശ്ചാത്താപമാണ്. അതുകൊണ്ടാണ് പശ്ചാത്താപത്തെ അവസാനം വരെ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. നല്ല കള്ളൻ്റെ പശ്ചാത്താപത്തെ ഹൈലൈറ്റ് ചെയ്തിട്ട് അത് റൈറ്റ് ഓഫ് ചെയ്യണം കണ്ടിട്ടില്ലേ അവിടെ വെച്ച്. അവൻ്റെ മുഴുവൻ സംഭവം എടുത്തൊരു കത്തിച്ച് കളയും. ഇന്ന് നീ എൻ്റെ കൂടെ പ്രതിസ്ഥലായിരിക്കും എൻട്രി കൊടുക്കണം കണ്ടല്ലേ. പശ്ചാത്താപമാണ് ദൈവം ഉദ്ദേശിക്കുന്നത്. ഞാൻ നീതിമാന്മാരെ വിളിക്കാനില്ല, അനുതാപത്തിനായി പാപികളെ അനുതാപത്തിന് ക്ഷണിക്കാനാണ് വന്നിരിക്കുന്നത്. അപ്പം കറക്റ്റല്ലേ സംഭവങ്ങളാണ്. അപ്പം അതുകൊണ്ട് ആ ഒരു കർത്താവിൻ്റെ ദൗത്യം, മറ്റത് വഴിയൊരുക്കണ കക്ഷി മാത്രമായിരുന്നല്ലോ. അപ്പം അതുകൊണ്ട് കർത്താവിൻ്റെ കൃപയിൽ കർത്താവിൻ്റെ നിലപാടിൽ കർത്താവ് ഉറച്ചു നിൽക്കുമ്പോൾ പക്ഷേ യോഹന്നാന് സംശയം ഉണ്ടാവും. എന്താണ് യോഹന്നാൻ വീശുമുറൊക്കെ ഉണ്ടെങ്കിൽ വീശുമുറൊന്നും ഇല്ലല്ലോ ഇങ്ങൻ്റെ കയ്യിൽ. അങ്ങനെ എല്ലാവരും പതിരെയും കതിരിനെ ഒരുമിച്ച് സ്വീകരിക്കുന്നത് പോലെയൊക്കെ യോഹന്നാന് സംശയം തോന്നും. അങ്ങനെയൊന്നും അല്ല ശരിക്കും പറഞ്ഞാൽ, പുള്ളിക്ക് അങ്ങനെ തോന്നിയതാണ്. പക്ഷേ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, പക്ഷേ കർത്താവിൻ്റെ കയ്യിൽ വീശുമുറവുണ്ട്. പക്ഷേ എല്ലായിടത്തും കയറി വീശത്തില്ല. കർത്താവ് പറഞ്ഞത് വീശുമുറ നിങ്ങളുടെ കയ്യിൽ തന്നെ ഇരിക്കണമെന്ന് ഈശോ പറഞ്ഞു. എന്താണ്? നിങ്ങൾ അളക്കുന്ന അളവുകോലുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വളർന്നു കിട്ടും. അപ്പോൾ വീശുമുറ ആരുടെ കയ്യിലാണ്? അവനവൻ്റെ കയ്യിലാണ് ഇരിക്കണത്. അവനവൻ്റെ വീശുമുറ എന്താ കാര്യം വെച്ചാൽ നമ്മളൊരു ശിക്ഷ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ അതിന് ഉത്തരവാദിത്വം നമ്മൾ തന്നെ ആയിരിക്കുമെന്ന്. എന്താ കാര്യം? വചനം മനുഷ്യൻ്റെ ഹൃദയത്തിൽ എഴുതപ്പെട്ടു പോയി. അപ്പോൾ ഏത് ക്രിസ്ത്യാനി ആയാലും ക്രിസ്ത്യാനി അല്ലെങ്കിലും ന്യായസ്ഥാനപ്പെട്ടവരാണ് അല്ലെങ്കിലും മനുഷ്യൻ്റെ മനസാക്ഷിക്കെതിരെ ഒരു വ്യക്തിയിൽ തിന്മകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവൻ തന്നെ ആയിരിക്കും അവൻ്റെ വീശുമുറ. അപ്പോൾ അതുകൊണ്ട് കർത്താവ് ആ കാര്യത്തിൽ കോംപ്രമൈസൊന്നും ചെയ്തില്ല. യോഹന്നാൻ പക്ഷേ വീശുമുറ ഇല്ല, എല്ലാവർക്കും ഇങ്ങനെ ചാക്കിരി പാസ് പോലെ ഓൾ പ്രൊമോഷൻ, പാപികളെയും വിശുദ്ധന്മാരെയും എല്ലാത്തിനും ഓൾ പ്രൊമോഷൻ കിട്ടും എന്നൊരു ഐഡിയ തെറ്റിദ്ധരിക്കണയാണ്. ഈ തെറ്റിദ്ധാരണ വരണത് വിശപ്പും ദാരിദ്ര്യവും പ്രയാസങ്ങളൊക്കെ അനുഭവിക്കുമ്പോഴാണ് ദൈവത്തെക്കുറിച്ച് നമ്മൾക്ക് എപ്പോഴും ഒരു ഫ്രസ്ട്രേഷൻ ഫ്ലക്ച്വേഷൻസ് ഉണ്ടാകുന്നത്. അപ്പം അതുകൊണ്ട് ഈ നോൻപ് കാലത്തിൻ്റെ ഉദ്ദേശം വെച്ചാൽ ഒരു ഇല്ലായ്മക്കാലം, വറുതിക്കാലം വരുമ്പോൾ ബൈബിളിൻ്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ കോലം പശുക്കളുടെ, മെലിഞ്ഞ പശുക്കളുടെ കാലം എല്ലാവരും മസ്റ്റാണ്. ഐശ്വര്യം, പേര്, പ്രതാപം, ആരോഗ്യമൊക്കെ ഉണ്ട്. അതുപോലെ ഇല്ലാത്ത ഒരു കാലം ഉണ്ടാകും മനുഷ്യൻ്റെ ജീവിതത്തിൽ. എല്ലാ കാലത്തും ആരോഗ്യം ഉണ്ടാകത്തില്ലല്ലോ, എല്ലാ കാലത്തും സൗന്ദര്യം ഉണ്ടാകത്തില്ല. അപ്പോൾ ഇല്ലായ്മയുടെ കാലം, വറുതിക്കാലത്തെ അതിജീവിക്കാൻ വേണ്ടിയുള്ള ഒരുക്കം മനുഷ്യൻ്റെ
ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കാൻ വേണ്ടിയാണ് സഭ നോൻപ് സ്ഥാപിച്ചിരിക്കുന്നത്. അത് ഇന്ന് നോൻപിന് വേണ്ടി മാത്രമല്ല, ഏത് കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോയാലും വർദ്ധിക്കാലമായാലും ദൈവത്തെ കൈവിടാതെ വിശ്വസിച്ചും പ്രാർത്ഥിച്ചും കൂടുതൽ സുഭിക്ഷിത കാലത്തേക്കാൾ കൂടുതൽ വിശ്വസിച്ചും പ്രാർത്ഥിച്ചും മുന്നേറാൻ ദൈവം നിങ്ങളെ സഹായിക്കണമെന്നുള്ളതാണ് ബൈബിളിൻ്റെ ഒരു ലക്ഷ്യം, ഉദ്ദേശം. അപ്പോൾ ബൈബിൾ അറിഞ്ഞ് സന്തോഷമായിട്ട് ജീവിക്കുക. നമുക്ക്